അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വ അലാ ആലി മുഹമ്മദ്. എൻ്റെ അഭിവന്യ സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മനുഷ്യ സമൂഹത്തിന് മാർഗദർശനമായി വന്ന വിശുദ്ധ ഖുർആൻ മാനുഷിക പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്ന വഴി നാം പഠിക്കുകയാണെങ്കിൽ ഒരു വിശ്വാസിയിൽ ദൈവികമായ സ്മരണയും ബോധവും അയാളിൽ എപ്പോഴും നിലനിൽക്കുകയും അതിൻ്റെ ഗുണം അയാൾക്ക് ലഭിക്കുകയും ചെയ്യും. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു. അവർക്ക് വല്ലാത്ത ജലക്ഷാമം, കടുത്ത വരൾച്ച അനുഭവപ്പെട്ടു. പരിഹാരം നിർദ്ദേശിക്കുകയാണ്, എന്താണ് ചെയ്യുക? മഹാനവറുകൾ പറഞ്ഞു, അള്ളാഹുവുമായി വല്ലാത്ത അടുത്ത ബന്ധമുണ്ടാക്കി ഇസ്തിഗ്ഫാർ ചെയ്യുക, പാപമോചനം തേടുക. ആ പാപമോചനം തേടി വിശുദ്ധിയിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ പ്രശ്നങ്ങളുടെ പരിഹാരമാവും. അതേപോലെ തന്നെ മറ്റൊരാൾ അദ്ദേഹത്തോട് ചോദിച്ചു, വല്ലാത്ത സാമ്പത്തികമായ വിഷമവും പ്രയാസവും ദാരിദ്ര്യം, എന്ത് ചെയ്യണമെന്നറിയാത്ത വളരെ പ്രയാസമുള്ള ദാരിദ്ര്യം അനുഭവപ്പെട്ടപ്പോൾ അതിൻ്റെ പരിഹാരം ചോദിക്കുകയാണ്. അവിടെയും മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുമായൊരു വലിയ അടുത്ത ബന്ധം, ഇസ്തിഗ്ഫാർ ചെയ്യുക, പാപമോചനം തേടുക. അങ്ങനെ ശുദ്ധമായ ഹൃദയവുമായി ദൈവികമായ ഒരു ബന്ധമുണ്ടാക്കുക, പ്രശ്നങ്ങളുടെ പരിഹാരമാകും. അതുപോലെ മറ്റൊരാൾ ചോദിച്ചു, സന്താനങ്ങളുടെ സൗഭാഗ്യം എനിക്കില്ല, എനിക്ക് പിന്മുറക്കാര് വേണം, സന്താനങ്ങൾ വേണം. പരമാവധി പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് തൻ്റെ നിസ്സഹായതയാണ് ബോധ്യപ്പെടുത്തുന്നത്. അവിടെയും മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇസ്തിഗ്ഫാർ ചെയ്യുക. ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹുമായൊരു വലിയ ബന്ധമുണ്ടാകുമ്പോൾ അതിൻ്റെ പരിഹാരം ലഭിക്കുക തന്നെ ചെയ്യും. മറ്റൊരു സമയത്ത് വേറൊരാൾ ചോദിക്കുകയാണ്, വല്ലാത്ത ദാരിദ്ര്യമാണ്, നമ്മളുടെ വിളകളൊക്കെ നശിച്ചു പോവുകയാണ്, വല്ലാത്ത അതിദയനീയതയാണ്, എങ്ങനെയാണ് പിടിച്ചു നിൽക്കുക എന്നറിയില്ല, എന്ത് ചെയ്യണം? മഹാനവറുകളോട് പരിഹാരം തേടുമ്പോൾ അവിടെയും മഹാനവറുകൾ പറയുന്നു, ഇസ്തിഗ്ഫാർ ചെയ്യുക, അള്ളാഹുമായി ഒരു വലിയ അടുത്ത ബന്ധമുണ്ടാക്കുക. ഇങ്ങനെ ബന്ധമുണ്ടാക്കുമ്പോൾ അതിനൊക്കെ പരിഹാരമാകും. ഇത് മനസ്സിലാക്കുന്ന ആളുകൾ ചോദിക്കുകയാണ്, അല്ലയോ, എന്താണിത്? എന്ത് പ്രശ്നങ്ങൾ പറയുമ്പോഴും അങ്ങ് അള്ളാഹുമായി ഇസ്തിഗ്ഫാർ ചെയ്യാനും ബന്ധമുണ്ടാക്കാനും പറയുന്നു, എന്താണിത് എന്ന് മഹാനവറുകളോട് ചോദിക്കുമ്പോൾ ഹസനുൽ ബസരി അതിന് മറുപടി നൽകുന്നത് വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങളാണ്. ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലുസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. ഇത് കേൾക്കുന്നതോടുകൂടെ ആ ചോദിച്ച ആളുകൾക്ക് കാര്യം മനസ്സിലായി. ഖുർആനിൽ നിന്ന് ഖുർആൻ പ്രശ്നങ്ങളുടെ പരിഹാരമാകുന്ന ആ രീതി അവർക്ക് ബോധ്യമായി. ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, പാപമോചനം തേടുക. അങ്ങനെ നിങ്ങൾക്ക് പാപമോചനം ലഭിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അള്ളാഹുമായി ഉണ്ടാകുന്ന ബന്ധം ചെറുതല്ല. ഇന്നഹു കാന ഗഫാറ,
അല്ലാഹുവല്ലാതെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, പാപമോചനം നൽകുന്നവനാണ്. അവനോട് നിങ്ങൾ തേടുക, അതിന്റെ ഗുണം ലഭിക്കുക തന്നെ ചെയ്യും. പിന്നെയോ യുർസിലുസ്സമാ അലൈക്കും മിദ്റാറ, യുർസിലുസ്സമാ അലൈക്കും, നിങ്ങളുടെ മേൽ ചൊരിയുക തന്നെ ചെയ്യും, നിങ്ങളുടെ മേലിൽ അയക്കുക തന്നെ ചെയ്യും. സമൃദ്ധമായ മഴ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മഴ ലഭിക്കുന്നതോടുകൂടെ ആ ജലക്ഷാമത്തിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടും. അതുപോലെ തുടർന്നുള്ള തന്റെ കൃഷിയിലും മറ്റു കാര്യങ്ങളിലൊക്കെ അഭിവൃദ്ധി ലഭിക്കുക തന്നെ ചെയ്യും. വീണ്ടും പറയാ, വയുംദിദുക്കും ബി അംവാലിൻ വബനീൻ, വയുംദിദുക്കും ബി അംവാലിൻ, സമ്പത്ത് കൊണ്ട് നിങ്ങളെ പരിപോഷിപ്പിക്കും, നിങ്ങളെ സഹായിക്കും. നല്ല മഴ പെയ്ത് നല്ല കാലാവസ്ഥ ഉണ്ടാകുന്നതോടുകൂടെ വയുംദിദുക്കും ബി അംവാൽ, സമ്പത്ത് കൊണ്ട് നിങ്ങളെ പരിപോഷിപ്പിക്കും, ശക്തമാക്കും, സഹായിക്കും. വബനീന, സന്താനങ്ങളെ നൽകിയും പരിപോഷിപ്പിക്കും. വയജ്അൽ ലക്കും ജന്നാത്ത്, നിങ്ങൾക്ക് നല്ല തോട്ടങ്ങൾ നൽകും, നിങ്ങളുടെ കൃഷിയിടങ്ങളൊക്കെ സമൃദ്ധമായി പോകും. വയജ്അൽ ലക്കും അൻഹാറ, നിങ്ങൾക്ക് നല്ല അരുവികൾ, പുഴകൾ നൽകും. അതിലൂടെ കാര്യങ്ങളൊക്കെ സമൃദ്ധമായി മാറും. നമ്മൾ മനസ്സിലാക്കുക, ഖുർആൻ നമുക്ക് തരുന്ന പരിഹാരങ്ങൾ, ഖുർആനിലൂടെ നമ്മൾ അടുത്ത ബന്ധങ്ങൾ ഉണ്ടാക്കി നമ്മളുടെ പ്രശ്നങ്ങളെ നമുക്ക് ഖുർആനിൽ നിന്ന് പരിഹരിക്കാൻ കഴിയണം. മഹാനായ ഹസനുൽ ബസ്രി നമുക്ക് നൽകുന്ന സന്ദേശം ചെറുതല്ല. നമ്മുടെ ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെ ഒക്കെയും നമുക്ക് ഖുർആനിലൂടെ പരിഹാരം കണ്ടെത്താനും പരിഹരിക്കാനും അതിലൂടെ സമാധാനം ലഭിക്കാനുമുള്ള മാർഗവും വഴിയുമാകും. അള്ളാഹുമായുള്ള ഒരു വലിയ ഹൃദയബന്ധം നമ്മിൽ രൂപപ്പെടും. അതിലൂടെ പ്രശ്നങ്ങൾ ഓരോന്നും നമുക്ക് പരിഹരിക്കപ്പെടും. അള്ളാഹുവേ, നീയുമായി ഒരു വല്ലാത്ത അടുത്ത ബന്ധമുള്ള, നിന്നെ സ്നേഹിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. നീയുമായി ഒരു വല്ലാത്ത ഹൃദയബന്ധം ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണേ തമ്പുരാനെ. ഞങ്ങൾക്ക് ഐശ്വര്യപൂർണമായ ജീവിതം ഇരുലോക വീട്ടിലും നീ നൽകണേ തമ്പുരാനെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.